പാലക്കാട് റോഡിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെല്ലിയാമ്പതി കൂനമ്പാലം പോത്തുംപാറ റോഡിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ കണ്ടത്. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാഹനമിടിച്ച് പരിക്കേറ്റതാണെന്നാണ് സംശയം. ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കുമളിയിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 മരണം. വണ്ടിപ്പെരിയാർ കന്നിമാർചോല സ്വദേശികളായ അജയ്, സന്തോഷ് എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അരുണിനെ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുമളി ഹോളിഡേ ഹോമിന് സമീപമാണ് അപകടം നടന്നത്. കുമളിയിൽ നിന്നും കന്നിമാചോലയിലേക്ക് പോയ ഇവരുടെ ബൈക്ക് കുമളിയിലേക്ക് വരികയായിരുന്ന ജീപ്പുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 2 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മരിച്ച സന്തോഷിന്റെ ഒരു കൈ അപകടത്തിൽ അറ്റുപോയി. മദ്യലഹരിയിൽ ഭർത്താവിനെ ഭാര്യ തലക്കടിച്ചു കൊന്നു. പത്തനംതിട്ടയിൽ ഭാര്യ ഭർത്താവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അട്ടത്തോട് സ്വദേശി 53-കാരൻ രത്നാകരനാണ് കൊല്ലപ്പെട്ടത്. ചിറ്റാർ കൊടുമുടി സ്വദേശിയും വെസ്റ്റ് കോളനി ഓലിക്കൽ വീട്ടിൽ താമസക്കാരനുമായിരുന്നു രത്നാകരൻ. മദ്യലഹരിയിൽ ഭാര്യ ശാന്തമ്മ വിറക് കമ്പുകൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. രത്നാകരനും ശാന്തമ്മയും മദ്യലഹരിയിൽ വാക്കുതർക്കം നടന്നെന്നും പ്രകോപനത്തിൽ ശാന്തമ്മ വിറക് കമ്പുകൊണ്ട് തലയ്ക്കടിച്ചുവെന്നാണ് വിവരം. രത്നാകരനെ ഉടൻ നിലയ്ക്കൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പമ്പ പോലീസ് ശാന്തമ്മയെ കസ്റ്റഡിയിലെടുത്തു. കൊച്ചിയിൽ റോഡിന് കുറുകെ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികൻ മരിച്ചു. കൊച്ചി പള്ളിമുക്കിലാണ് അപകടമുണ്ടായത്. തേവര സ്വദേശി മനോജ് ഉണ്ണിയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി ക്രമീകരിച്ച വടമാണ് യാത്രക്കാരന്റെ കഴുത്തിൽ കുരുങ്ങിയത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. റോഡിൽ തലയടിച്ചു വീണ മനോജിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. SA റോഡിൽ നിന്ന് വന്ന് MG റോഡിലേക്ക് കയറുന്ന ഭാഗത്താണ് കയർ കെട്ടിയിരുന്നത്. മനോജിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്നും വിവരമുണ്ട്. പോലീസ് കൈകാട്ടിയിട്ടും നിർത്താതെ മുന്നോട്ടെടുത്തപ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. പോലീസുകാരാണ് മനോജിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ചികിത്സയിലിരിക്കെ രാത്രി 1:30യോടെയാണ് മരിച്ചത്. ആലപ്പുഴയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ചു. തുണിക്കടയിൽ ഇടിച്ചു കയറി. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് അപകടം. കാർ തുണിക്കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ തുണിക്കടയ്ക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചു. കടയ്ക്ക് മുന്നിലായി നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിച്ച ശേഷമാണ് കാർ തുണിക്കടയിലേക്ക് ഇടിച്ചു കയറിയത്. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ഇന്നലെയാണ് സംഭവം നടന്നത്. GSR ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കടയുടെ മുൻഭാഗത്തുള്ള ഗ്ലാസുകൾ പൂർണ്ണമായും തകർന്നു. തുണി വാങ്ങാൻ എത്തിയ ആളുകളുടെ സ്കൂട്ടറാണ് കാർ ഇടിച്ചു തകർത്തത്. സംഭവത്തിൽ മാരാരിക്കുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്.